Hi friends, welcome to Shilu's Kitchen. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തമിഴ്നാട്ടുകാരുടെ ട്രഡീഷണൽ ഡിഷ് ആയിട്ടുള്ള വെണ്ടക്ക പുളിക്കുളമ്പ് അഥവാ വെണ്ടക്ക കാരക്കുളമ്പാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. അപ്പം മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ളത് 6 വെണ്ടക്ക ഇതുപോലെ അരിഞ്ഞത്, പിന്നെ വേണ്ടത് ചെറിയുള്ളി ഒരു 8 എണ്ണം ഇതുപോലെ അരിഞ്ഞെടുക്കുക, ഒരു തക്കാളി, അരമുറി തേങ്ങ, 3-4 തണ്ട് കറിവേപ്പില, പിന്നെ മസാലക്കൂട്ടിനായിട്ട് നമുക്ക് 1/4 ടീസ്പൂൺ വീതം തുവരപ്പരിപ്പ്, കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ് ഇത്രയും വേണം. അതിനുശേഷം പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ വീതം ഉലുവ, കുരുമുളക്, ജീരകം, കടുക് ഇത്രയും വേണം. താളിക്കാൻ ആവശ്യമായിട്ടുള്ള ഉലുവയും അതുപോലെ തന്നെ കടുകും, തേങ്ങയുടെ കൂടെ അരയ്ക്കാനുള്ള ഉള്ളിയും, ഒരു ചെറിയുള്ളിയും വെളുത്തുള്ളിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു പുളി ഇതുപോലെ പിഴിഞ്ഞ് എടുത്ത് വയ്ക്കണം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത്. ഇത് ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല സൂപ്പറാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിനകത്തേക്ക് ഒരു ചെറിയ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മുടെ മസാലക്കൂട്ട് ഓരോന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ഉലുവയും കടുകും ജീരകവും അതുപോലെ തന്നെ കുരുമുളകുമാണ് ഞാൻ ഇതിനകത്തേക്ക് ഇട്ടിട്ടുള്ളത്. അത് നല്ല ചെറിയ തീയിൽ നമ്മൾ കരിഞ്ഞു പോകാതെ വളരെ ശ്രദ്ധിച്ച് അത് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. റോസ്റ്റ് ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളതൊന്ന് മാറ്റി വയ്ക്കണം. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കുളമ്പ് പൊടി എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ഇങ്ങനൊരു കറി പൗഡർ വരെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ കറിക്ക് ഞാനിവിടെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനൊരു മസാലക്കൂട്ട് ഇവിടെ തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ രണ്ടാമത്തെ സെറ്റ് മസാലക്കൂട്ട് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ളത് കടലപ്പരിപ്പും തുവരപ്പരിപ്പും അതുപോലെ തന്നെ ഉഴുന്നുപരിപ്പുമാണ്. അത് ഒന്നിച്ച് ഇടാതെ എന്താണെന്ന് വെച്ചാൽ രണ്ടിൻ്റെയും ഒരു റോസ്റ്റ് ചെയ്തെടുക്കാനുള്ള ടൈമിൽ ഒരു ഡിഫറൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് 3 എണ്ണം ഇതുപോലെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കറി പൗഡറിൻ്റെ കൂടെ നമുക്ക് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടി ആവശ്യമായിട്ടുണ്ട്. അത് നമ്മൾ സെപ്പറേറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുളമ്പ് പൊടി തയ്യാറാക്കുന്ന ആൾക്കാർ അത് മല്ലിപ്പൊടിയും ഇതെല്ലാം ചേർത്തിട്ട് നല്ലൊരു കറി പൗഡർ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം വീണ്ടും ഒരു വലിയ ടേബിൾ സ്പൂൺ ഓയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ള സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ സൺഫ്ലവർ ഓയിലിൻ്റെ അകത്ത് നമ്മൾ വെണ്ടയ്ക്ക ഒന്ന് വറുത്തെടുക്കണം. അതിൻ്റെ ഒരു പശപ്പൊക്കെ ഒന്ന് പോയി ഒന്ന് ചെറുതായിട്ട് അതിന് റോസ്റ്റായിട്ട് വന്നാൽ മതി. അതിനുശേഷം നമ്മളത് മാറ്റി വയ്ക്കുകയാണ് വേണ്ടത്. ഇനി ഈ പാനിനകത്തേക്ക് നമ്മൾ ആദ്യമായിട്ട് താളിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. നമ്മൾ കടുകും എണ്ണ ചൂടായതിന് ശേഷം താളിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള കടുകും ഉലുവയും ഇട്ട് കൊടുക്കണം. അപ്പോൾ ശ്രദ്ധിക്കണം, കരിഞ്ഞു പോയാൽ കറീൻ്റെ ടേസ്റ്റ് ആകെ പോകും. അപ്പോൾ നമ്മൾ സിമ്മിൽ വെച്ചിട്ട് വേണം ഇത്രയും ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ചെറിയുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഏകദേശം ഇത് വഴന്ന് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കണം. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന തക്കാളി ചെറുതായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. തക്കാളി ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് നമ്മൾ കറിയിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്.
അപ്പം തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരണം. തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വരണം. അതിന് ശേഷമാണ് ബാക്കി മസാലക്കൂട്ടൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമ്മുടെ വെണ്ടക്ക, റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടക്ക ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മല്ലിപ്പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം മസാല കരിഞ്ഞു പോകരുത്. ഇനിയാണ് നമ്മുടെ കുളമ്പ് പൊടി, നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള കറി പൗഡറില്ലേ, അത് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ്. എന്നിട്ട് പുളി പിഴിഞ്ഞ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ കറി പൗഡർ ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കിയതുകൊണ്ട് നല്ലൊരു സ്മെല്ലും നല്ലൊരു ഫ്ലേവറൊക്കെ നമ്മുടെ കറിക്ക് കിട്ടും. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് തിളച്ചിട്ട് വരണം. നമ്മൾ അടച്ച് വെച്ചിട്ട് അതൊന്ന് 2 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കണം. അരമുറി തേങ്ങയും 1 വെളുത്തുള്ളിയും, 1 അല്ലി വെളുത്തുള്ളി മതി, 1 ചെറിയുള്ളിയും ജീരകവും എല്ലാം ചേർത്തിട്ട് നമ്മൾ നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ഈ കറിയിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇതാ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറീൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചിട്ട് വരണം. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുക്കണം. അത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ വെണ്ടക്ക പുളിക്കുളമ്പ് ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വെണ്ടക്ക ഇഷ്ടമല്ലാത്ത ആളുകൾക്ക് പോലും ഇതുപോലൊരു കറി വെച്ച് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.